ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദർശനോട് നവ്യ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ആദർശേട്ടൻ ചെയ്ത ആ തെറ്റ് ഈ ജന്മം മാഞ്ഞു പോകില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയും, ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഏതായാലും ഈ അനന്തപുരി തറവാട് ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചതൊന്നുമല്ല. അത് മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരും ഒക്കെ ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നൊരു തറവാടാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാ കുടുംബത്തിലും കാണും ഒരു വലിയേട്ടൻ, അനിയന്മാർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുന്ന അവരെ കുറ്റപ്പെടുത്താത്ത, അവരുടെ സ്വത്തുക്കളൊന്നും ആഗ്രഹിക്കാത്ത ഒരു വലിയേട്ടൻ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഞാനും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പുച്ഛവും അറപ്പും ഒക്കെ ആട്ടോ നവിയുടെ മുഖത്തേക്ക് വരുന്നത്. എന്നാൽ ആദർശന് അറിയാവുന്ന കാര്യമാണ് അവരുടെ മനോഭാവം എന്താണെന്നുള്ളതും അഭി എന്താണെന്നുള്ളതും ഒക്കെ അറിയാവുന്നതാണ്. എങ്കിൽ അവരുടെ മുമ്പിൽ പോയതിന് ഇങ്ങനെ പ്രസംഗിക്കാതെ എങ്കിലും ഇരിക്കണ്ടേ? ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നവ്യ ആദർശനെ കുറ്റപ്പെടുത്തുന്നത് തന്നെയാണ് ചെയ്യുന്നത്. അന്നേരം ആദർശ് പറയും, ആയിക്കോട്ടെ, എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അതിന് തിരുത്താനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുക കേട്ടോ. പോയി കഴിയുമ്പോൾ അഭി നവിയോട് പറയാണ്, അയാളെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പ്രസംഗിക്കുന്നത്, അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് വേറൊരു കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നവിക്ക് അന്നേരം ദേഷ്യം വരുന്നുണ്ട് ആദർശനോട്. പിന്നെ നയനയാണ് കാണിക്കുന്നത്. നയന ഇങ്ങനെ വൈകിട്ട് ആദർശനെ ഒന്ന് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് ആദർശ് അങ്ങോട്ട് വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, അവിടെ എങ്ങനെയെല്ലാം ശാന്തമായെന്ന് ചോദിക്കുമ്പോൾ നയന പറയുവാണ്, ഇവിടെ ഒരു മരണവീട് പോലെയാണ്, ആകെ വിഷമമാണ് അച്ഛനും അമ്മയ്ക്കും നന്ദുനും. അഭിക്കിട്ട് 2 കൊടുക്കണമെന്നൊക്കെയാണ്, സങ്കടമാണ് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയും, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കും ഉണ്ടല്ലോ, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്ത് നടക്കുന്നതല്ലേ. ഇനിയിപ്പോൾ ഇതൊന്നും പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അവരെ വിഷമിപ്പിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഭക്ഷണത്തിന് മുമ്പിൽ പോലും ആദർശേട്ടനെ എൻ്റെ അച്ഛനും അമ്മയും അപമാനിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. ഇനിയും അത് പറയാതിരിക്കാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അറിയേണ്ടവരൊക്കെ അറിയണം. ആദർശേട്ടൻ അല്ലെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുറിയിലേക്ക് ദേവയാനിയും ചന്തുമോളും കൂടി ഇങ്ങോട്ട് വരും കേട്ടോ. അന്നേരം മോള് വന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും മോളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയും നയന. അന്നേരം മോളോട് ചോദിക്കുന്നുണ്ട്, നാളെ നമുക്ക് മോൾക്കുള്ള ഡ്രസ്സും യൂണിഫോമും ബാഗും ഒക്കെ അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിയാനായിട്ട് പോകണ്ടേ? അപ്പം പോയി നല്ല മിടുക്കി കുട്ടിയായിട്ട് അതെല്ലാം മേടിച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോകണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മോള് പോകാമെന്ന് പറയുന്നു. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഇന്നിപ്പോൾ അച്ഛൻ അവിടെ റൂമിൽ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് അച്ഛൻ്റെ കൂടെ കിടക്കണം കേട്ടോ എന്നൊക്കെ പറയും. കിടന്നോളാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആദർശേട്ടൻ്റെ ഫോണിൽ ഇങ്ങനെ ഫോൺ കൊടുക്കുന്നു. ഫോൺ കൊടുത്തു കഴിയുമ്പോഴേക്കും ആദർശനോട് പറയും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയന ഫോൺ വെക്കുക. അന്നേരം ദേവയാനി അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അതെന്താ ദേവയാനി ചോദിക്കുക, അതെന്താണ് നീ ഫോൺ വെച്ചേ? ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അമ്മയ്ക്ക് തരണമായിരുന്നോ, ഞാൻ അവളെ വിളിക്കുക എന്ന് പറയും. ഓ ഇനിയിപ്പോൾ വിളിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് നീ ഇന്ന് തന്നെയല്ലേ ഉള്ളൂ, മോൾ ഇവിടെ കിടന്നോട്ടെ, അവിടെ നിൻ്റെ അച്ഛൻ മോളില്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ ആ അവസ്ഥയായിരുന്നാലും കുഴപ്പമില്ല, മോൾ ഇവിടെ തന്നെ കിടന്നോട്ടെ, കൂടെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകുന്നു. നേരെ ആദർശ് മോളെ ഇങ്ങനെ കട്ടിലേക്ക് കയറ്റി കിടത്തുന്നു. മോൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവർ ഉറങ്ങും കേട്ടോ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. നയന ഗോവിന്ദനോടും കനകയോടും പറയാണ്, ഇന്നിങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ, നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി എന്ന് അന്ന് പറയും. നേരെ ആരെ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശും ചന്തുമോളും വരുന്നുണ്ട്. ചന്തുമോളെ ഇന്ന് സ്കൂളിൽ ചേർക്കണം, അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എന്ന് നയന പറയുന്നു. അന്നേരം ആദർശ് മോളൂടെ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അന്നേരം പറഞ്ഞു തീർന്നില്ല, തേ വരുന്നു ആളെ എന്ന് പറയും. അന്നേരം ഭയങ്കര സന്തോഷം കേട്ടോ ഗോവിന്ദനും കനകയ്ക്കും ഒക്കെ. മോളെ അകത്തോട്ട് കയറി വരുന്നത് ചന്തുമോളെ സുന്ദരിക്കുട്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ മോളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് അയ്യോ അമ്മമ്മയുടെ മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് എടുത്തൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കനക. ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിഞ്ഞിട്ടും അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കനകയ്ക്കും ഗോവിന്ദനും. ഇതിപ്പോൾ നേരെ മറിച്ച് അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് മാറിപ്പോയി. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഗോവിന്ദൻ മോളോട് ചോദിക്കുകയാണ്, മോളുടെ പേരൊക്കെ എനിക്കറിയാം, എങ്കിലും മോള് പറയുന്നത് കേൾക്കാൻ ഒരു രസമുണ്ട്, മോള് പേര് പറയുമ്പോൾ മോള് ചന്തുമോൾ എന്നാ പേരെന്ന് പറയും. അപ്പോൾ നയന പറയുന്നുണ്ട്, പേര് ചാന്ദിനി എന്നാണ്, മോളെ വിളിക്കുന്നത് ചന്തുമോളെന്നാണ്, ഇനി എന്ത് വേണേലും നിങ്ങൾക്ക് തീരുമാനിക്കാം. തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഒരുപാട് ഇങ്ങനെ സന്തോഷത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് മോളിങ്ങനെ സ്കൂളിൽ ചേർക്കാനായിട്ട് പോകുന്ന കാര്യം, ഓരോന്നിങ്ങനെ മേടിക്കുന്ന കാര്യമൊക്കെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവർക്ക് ആകെ വിഷമം കേട്ടോ. അന്നേരം ഗോവിന്ദൻ പറയുവാണ്, മോനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത്, മോനെ മാറ്റി നിർത്തിയില്ല എന്നോർത്തുള്ള വിഷമം ഞങ്ങളുടെ ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്തത് അഭിയാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യവും ഞങ്ങൾക്കുണ്ട് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും ഉണ്ട്, പക്ഷേ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ,
നവ്യ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. നവ്യനെ അഭി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നോർത്ത് അതങ്ങനെ തന്നെ പൊക്കോട്ടെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയ്ക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളുവാൻ പറ്റില്ല. അവൾക്ക് ആകെ വിഷമായി പോകും. പിന്നെ അവൻ അവളെ ഉപേക്ഷിച്ചാൽ നവ്യയ്ക്ക് കുഞ്ഞിനും ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കും. എങ്കിലും അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, കുഞ്ഞിവിടെ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പോൾ, വേണ്ട അമ്മേ, കഴിക്കാനൊന്നും വേണ്ട, കഴിക്കാനായിട്ട് ഞങ്ങൾ പിന്നെ വന്നോളാം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ്റെ അമ്മയുടെ സങ്കടവും ദേഷ്യവും ഒക്കെ മാറിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരിക്കലും വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴേക്കും കനക മോളെ ഇങ്ങനെ പിടിച്ചു നിർത്തി അമ്മയ്ക്കൊരു ഉമ്മ തന്നിട്ട് എന്നിങ്ങനെ പറയും. അങ്ങനെ കനകയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. അന്നേരം ഗോവിന്ദൻ, അയ്യോ എനിക്കിവിടെ ഒരു ഉമ്മ തന്നേ എന്നിങ്ങനെ പറഞ്ഞ് ഗോവിന്ദനും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവരവിടെ നിന്ന് യാത്ര ഇറങ്ങുന്നത് കേട്ടോ. ഇറങ്ങി കഴിയുമ്പോഴേക്ക് കനക പറയാണ്, പാവം കൊച്ചല്ലേ, അതിൻ്റെ അമ്മേനെ ഒരുപാട് കഷ്ടപ്പെടുത്തി ആ തുഷ്ടൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും കുഞ്ഞ് എത്തേണ്ട കൈകളിലല്ലേ എത്തിയിരിക്കുന്നത്, ഇനി നയനമോൾ നോക്കിക്കോളൂ എല്ലാം എന്നിങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നയനയെ ആദർശിനെ ഇങ്ങനെ കടയിലേക്ക് ചെല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുടയും ബാഗും എല്ലാം എടുത്തിങ്ങനെ കൊടുക്കും. എന്നിട്ട് അതെല്ലാം പിടിച്ചു നിൽക്കുന്ന മോളുടെ കൂടെ അതെല്ലാം പിടിച്ചു നിർത്തി ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആദർശ്. ഇതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് വരുമ്പോൾ ഇവർ വരുന്നതേ നോക്കി നിൽക്കുമായിരുന്നല്ലോ ദേവേനി. വരുന്നതേ മോളുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചും ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോളെ നാളെ സ്കൂളിൽ ചേർക്കണം, മോളുടെ ആഗ്രഹം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു. അന്നേരം കുറഞ്ഞ ആഗ്രഹമൊന്നുമല്ല, അവൾക്ക് കളക്ടറാണെന്ന ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താഗ്രഹമാണെങ്കിലും ഒരു കുറവില്ലാതെ നമ്മളത് നടത്തി കൊടുക്കുക എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കാണ് അകത്ത് നിന്ന് അഭിയും നവിയും കൊച്ചും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അന്നേരം നിങ്ങൾ എവിടെ പോകുമെന്ന് നയന ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ്, എന്നിട്ട് വീട്ടിലോട്ട് ഒന്ന് പോകുമെന്ന് പറയും. അന്നേരം ആ വീട്ടിലോട്ടും പോകുന്നുണ്ടോ എന്നിങ്ങനെ ആദർശ് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുമ്പോൾ ഇവൾക്ക് ആകെ ശ്വാസമുട്ടലാണ്, അതുകൊണ്ട് അങ്ങോട്ട് വീട്ടിലോട്ടൊന്ന് പോവുകയാണ്, അവിടെ കുറച്ച് നേരം നിൽക്കട്ടെ, അവൾക്കൊരു ആശ്വാസമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഓ ഇവിടെ ഇപ്പോൾ ആകെപ്പാടെ തെറ്റ് ചെയ്ത ഒരാൾ ആദർശേട്ടനാണല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ ഇവിടെ നിൽക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതങ്ങനെ തന്നെയാണ്, തെറ്റ് ചെയ്തവരുടെ കാര്യം തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും, അതിനെ ന്യായീകരിക്കാനൊന്നും ഞാൻ നിൽക്കില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന എടാ ചക്കരക്കുട്ട എന്നിങ്ങനെ പറഞ്ഞ് മോനെ തൊടാൻ ചെല്ലുമ്പോഴേക്കും നവ്യ പറയും, നീ എൻ്റെ കൊച്ചിനെ തൊടുവൊന്നും വേണ്ട, നിനക്ക് കളിപ്പിക്കാനും ലാളിക്കാനും ഒക്കെ ആയിട്ട് ഒരു കൊച്ചുണ്ടല്ലോ, പിന്നെന്തിനാ നീ എൻ്റെ കൊച്ചിനെ തൊടുന്നത്, എൻ്റെ കുഞ്ഞിവിടെ 2ാം സ്ഥാനക്കാരനാണ്, അവനെ നോക്കാനും എടുക്കാനും ഒന്നും ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേനെ ചോദിക്കും, നീ എന്തിനാ നവ്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എൻ്റേത് നിൻ്റേത് എന്നുള്ള വേർതിരിവ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് തോന്നി അമ്മായി, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് പറയും. അന്നേരം ആ സംസാരം ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകാത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് പോകണമെന്നല്ലേ പറഞ്ഞത്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി താമസിക്കേണ്ട, ചെല്ലാൻ നോക്ക് ഇങ്ങനെ എന്ന് പറയുമ്പോഴേക്ക്, ഓ ഞങ്ങൾ പൊക്കോളാം, ഇവളെ നാളെ സ്കൂളിൽ ചേർക്കാൻ പോകല്ലേ, അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതായിരിക്കും, എല്ലാം മേടിച്ചു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം മേടിച്ചു കൊടുത്തു എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും, സ്കൂളിൽ ചെന്നിട്ട് ഈ കൊച്ചിൻ്റെ പേരെന്താണെന്നാണ് ഇനി ഇടാൻ പോകുന്നത്, കൊച്ചിൻ്റെ പേരിന് ഇനിഷ്യൽ എന്താ ഇടുന്നത്, അമ്മയുടെ ഇടുവോ അച്ഛൻ്റെ ഇടുവോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇട്ടോളാം, അതോർത്ത് ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചി വീട്ടിലോട്ട് പോകാൻ നോക്കുക എന്നിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ പോവുക കേട്ടോ. എന്നിട്ട് പോയി കഴിയുമ്പോൾ നവ്യ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതറിയാതെ ചേച്ചി അങ്ങോട്ട് പോകുന്നത് എന്ന് പറയുക. അന്നേരം ആദർശ് പറയും, അവിടെ ചെല്ലുമ്പോൾ നല്ല സ്വീകരണമാണ് കിട്ടുന്നത് എന്നോർത്ത് അവർ പോകുന്നത്, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും ദേഷ്യത്തോടെ പെരുമാറും എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും പെരുമാറരുതെന്ന് ഞാൻ അച്ഛനോടും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നയന പറയും. അപ്പോൾ ദേവേനി പറയും, അതൊന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല, കാരണം അത്രയും വലിയൊരു തെറ്റാണ് അവൻ ചെയ്തത്, അതൊരു അച്ഛനും അമ്മയ്ക്കും സഹിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നതുമല്ല എന്ന് ദേവേനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നയനയും മോളോട് ഇങ്ങനെ അകത്തോട്ട് പോയി കഴിയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, പാവം മോള്, അവൾക്ക് യാതൊരു കുറവും വരുത്താതെ എല്ലാം ചെയ്തു കൊടുക്കണം കേട്ടോ ആദർശേ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് വരുത്തണമെന്ന് കരുതിയാൽ തന്നെ അവളുടെ അമ്മയായിട്ട് നിൽക്കുന്ന നയന അതിനൊരു അവസരം ഉണ്ടാക്കില്ല, അവളെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയും, അതാണ് എൻ്റെ ഒരു ആശ്വാസം എന്ന്. പിന്നീട് നമ്മുടെ കനകയും ഗോവിന്ദനെയൊക്കെയാണ് കാണിക്കുന്നത്. അവിടേക്ക് അഭിയും നവിയും കൂടെ വരികയാണ്. അവർ കയറി വരുന്നതേ കനകയ്ക്ക് ദേഷ്യമാണ് കേട്ടോ. അഭിയെ കാണുന്നതേ ദേഷ്യം വരും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അമ്മേ നയനേച്ചു പറഞ്ഞത് നമുക്കറിയാലോ, അതുകൊണ്ട് അവർ വരുമ്പോൾ നീരസം ഒന്നും കാണിച്ചേക്കരുത് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം അവനെ കാണുമ്പോഴേ, എന്തെങ്കിലും ഞാൻ കാണിച്ചു പോകും എന്നിങ്ങനെ എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ലല്ലോ എന്ന് ഗോവിന്ദനും പറയും. അന്നേരം അഭിനയിക്കണം, ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ ഇത്രയും നാൾ അഭിനയിച്ചില്ലേ, അതുകൊണ്ട് കുറച്ച് അഭിനയിച്ചേ പറ്റുള്ളൂ, നയനേച്ചി അല്ല നവ്യേച്ചി, അത് ഓർമ്മ വേണം എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നന്ദു ഏതായാലും അവരിങ്ങനെ അകത്തേക്ക് കയറി വരുന്നത് അവർ പറയും, അമ്മേ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു, ഇവൻ ഇന്നലെ രാത്രി മൊത്തം ഭയങ്കര കരച്ചിലായിരുന്നു, എൻ്റെ ചെവി വേദനയോ വയറുവേദനയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ,
പിന്നെ മോനെന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അബിക്ക് ആകെ ടെൻഷനാണ്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ബഹളം വെക്കും എന്നിങ്ങനെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, അതന്നെ മോൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, അത് കുഞ്ഞല്ലേ, അതിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മനസ്സിലിരിക്കില്ലേ ഉള്ളൂ, അതിന് പറയാൻ അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ചില വലിയ മനുഷ്യരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അബി, മനസ്സിലുള്ളത് അവർക്ക് പുറത്തോട്ട് പ്രകടിപ്പിക്കാനായിട്ട് മേലാത്തൊരവസ്ഥ വരും, അന്നേരം അവരുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാകും എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ആകെ ഒരു സംശയം അബിക്ക്. നേരത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ പന്തി എന്നൊക്കെ ഇങ്ങനെ തോന്നി. അന്നേരം നവി ചോദിക്കും അതെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അന്നേരം നന്ദു പറയും ആദർശേട്ടൻ്റെ കാര്യം ഓർത്ത് പറഞ്ഞതായിരിക്കും എന്ന്. അന്നേരത്തേക്ക് അകത്തേക്ക് കയറി ഇങ്ങനെ പിടിക്കും കേട്ടോ അബി. അന്നേരം അബി പറയും അച്ഛ ആദർശേട്ടൻ്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട, കാരണം അച്ഛൻ അറിയാലോ അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്ക് 2 തവണ വന്നതാണ്, അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കണം, ആ കേസിനെ ഓർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട് എങ്ങനെ വിഷമിക്കാതിരിക്കും, ആ നയന അവൾ കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ അച്ഛന് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ആദർശേട്ടനെല്ലാം പിന്തുണയും കൊടുത്ത് പുറകെ ഇങ്ങനെ നടക്കുന്നത് അവൾ തന്നെയല്ലേ എന്നിങ്ങനെ പറയും. എന്നിട്ട് നന്ദുവിനോടും പറയുന്നുണ്ട് നീ ഇപ്പോൾ അവളുടെ സൈഡ് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ, എന്തിനാ നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ശരിക്കും അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും. അന്നേരം അബിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ട് അബി പറയുക നാളെ ആ പെൺകൊച്ചിനെ സ്കൂളിൽ ചേർക്കാനായിട്ട് പോവുകയാണ്, ആദർശേട്ടൻ്റെ മോളാണ് ചന്തു, അതുകൊണ്ട് അങ്ങേർക്ക് ആ കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കണം, അതിന് അങ്ങേരും മുത്തശ്ശനും കൂടെ പോകുന്നുണ്ട്, ഏട്ടത്തിയും പോകുമായിരിക്കും, അവർ പോകുന്നത് സമ്മതിക്കാം, ഈ ഏട്ടത്തി എന്തിനാണ് അവരുടെ കൂടെ ഇങ്ങനെ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഏട്ടത്തിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ, അത് ആ രീതിയിൽ വേണ്ടി ഏട്ടത്തി ഇങ്ങനെ നിൽക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം കനക അത് എന്തെങ്കിലും ആകട്ടെ, ആ കാര്യം അങ്ങ് വിട്ടേരെ എന്ന് പറയും. നേരത്തേക്ക് അബിക്ക് എന്തെങ്കിലും ആകട്ടെ, ഇനിയിപ്പോൾ ഞാൻ കടയിലേക്ക് പോവുകയാണ്, പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും. നേരെ ആയിക്കോട്ടെ അബി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ആദർശൻ ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങുമ്പോഴേക്കും കനക പറയും അബി നിനക്ക് കടയിൽ പോകണം എന്നല്ലേ പറഞ്ഞത്, എങ്കിൽ പോയിട്ട് വാ എന്ന് പറയും. അന്നേരം അബിക്ക് ഒരു സംശയം, ഇതെന്താ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇതിനു മുമ്പ് എന്നൊരു തോന്നൽ, ഏതായാലും എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞ അബി അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോഴേക്കും നവ്യം കനകയോട് ചോദിക്കുകയാണ് അമ്മ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്, എങ്കിലും അമ്മയ്ക്കൊന്നും ചോദിക്കാൻ മേലായിരുന്നു അവനോട് എന്തെങ്കിലും വേണമെന്ന്, അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം കനക പറയുന്നുണ്ട് നല്ല അഭിമോന് പോകാൻ ധൃതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പോയിട്ട് ഇങ്ങോട്ടല്ലേ പിന്നെയും വരുന്നത്, അന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം എന്നിങ്ങനെ പറയുന്നു. അന്നേരം ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ. എന്തോ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുക. ഏതായാലും അത് കഴിഞ്ഞ് നവ്യ ഇങ്ങനെ റൂമിലേക്ക് പോകുന്നു. അവിടെ പോയി മോൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കനക വരും. അന്നേരം കനകയോട് ചോദിക്കുന്നുണ്ട് നവ്യ അവൾ അമ്മയെ ഉപദേശിച്ചിട്ടാണ് പോയത്, ആദർശേട്ടനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഇപ്പോൾ ആദർശേട്ടനെ ന്യായീകരിക്കാൻ നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല, ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക്, അപ്പോൾ അതിൻ്റെ ഒരു വിഷമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സംശയത്തോടെ നോക്കി നിൽക്കുന്ന നവ്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ ബൈ.